ഞാൻ എൻ്റെ യേശുവെ വാഴ്ത്തി വണങ്ങിടും ജീവിത നാൾകളെല്ലാം. പാവനമായെന്നെ പാലിച്ചതോർക്കുമ്പോൾ സ്നേഹമെന്നിലേറുന്നേ. എൻ്റെ സങ്കേതം നീയല്ലയോ, എൻ്റെ ആശ്രയവും നീയല്ലോ. എൻ്റെ ഉറവുകളഖിലവും നിന്നിലേ. എന്നും ആകുന്നെൻ പ്രാണപ്രിയ, എൻ്റെ ഉറവുകളഖിലവും നിന്നിലേ. എന്നും ആകുന്നെൻ പ്രാണപ്രിയ. ഹാലലുയ്യ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കരുണയുള്ള നാഥാ സ്വർഗസ്ഥ പിതാവേ. അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ സകല പ്രാർത്ഥനയ്ക്കും അവിടുന്ന് മറുപടി തരണമേ. അടിയങ്ങളോട് സഹതാപം തോന്നണമേ കർത്താവേ. കാലത്ത് തന്നെ നിൻ്റെ ദയ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. ഞങ്ങളെയും ഞങ്ങൾ കുളുതിനെയും സമ്പൂർണ്ണമായും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട് അയൽ കുടുംബങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദേശത്തോട് കരുണ തോന്നണം, ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണ തോന്നുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മറുപടി അയക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം, അവരുടെ ആവശ്യം ആഗ്രഹമറിഞ്ഞ് മാനിക്കുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ടപ്പാ, ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനമായി ജീവിപ്പാൻ തക്കണം മുഖാന്തരം ഒരുക്കണമേ കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലേലൂയ കർത്താവേ, ഹാലേലൂയ കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ കൊച്ചു തലമുറകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ വളർത്തിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രപ്പ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആവശ്യഭാരം സ്തോത്രത്തോടെ ഏൽപ്പിക്കുകയാണ്. കടഭാരമുള്ള മക്കളുണ്ട് കർത്താവേ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും ക്രിസ്തുവേശിൽ തീർത്തു തരാമെന്ന് വാക്ക് പറഞ്ഞ അപ്പച്ചൻ സകല ബുദ്ധിമുട്ടും തീർത്തു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവരുണ്ട് കർത്താവേ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട് കർത്താവേ. അപ്പോൾ ഭവനം പണിയുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലചായ്പാൻ ഭവനം ഒരുക്കണേ അപ്പാ. ഭവനം പണിയുന്ന മക്കളുടെ പണി പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ്. കഷ്ടനഷ്ടം കൂടാതെ തക്ക സമയത്ത് സ്വർഗമെല്ലാം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വിവാഹപ്രായമായ ഹാലലിയ ചില കുഞ്ഞുങ്ങൾ കൂടിയുണ്ടപ്പാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളാപ്പാ, എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്കും തക്ക തുണി ഒരുക്കണമേ. അവരുടെ വിവാഹം നടക്കുവാൻ സ്വർഗം ഇടയാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ട് ഹാലലിയ കർത്താവ് വിവാഹപ്രായം കഴിഞ്ഞ മക്കൾക്കൊക്കെയും സ്വർഗം തക്ക തുണി ഒരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സ്വർഗം സഹായിച്ചു. വീണ്ടും ഹാലലിയ കർത്താവ് വിവാഹം നടക്കേണ്ടുന്ന പൈതങ്ങളുണ്ട്. തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാനാവിലെ കല്യാണം പോലെ യാതൊരു കുറവും കൂടാതെ തമ്പുരാൻ കടന്നു വന്ന് സകലതും ഏറ്റെടുത്ത് നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാകിയാൽ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്വർഗമേ, മഹത്വമേറിയ സാക്ഷ്യത്തിനായി അത് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറകളെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടിയിരിക്കണം. സുഖപ്രസവം നൽകണം. മുനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിക്കണം. അതിനായി സ്വർഗം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവ്, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കട്ടെ. അവരുടെ എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കണം. ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമായി. ഈ നാമത്തിൽ ആശ്രയിക്കുന്നവന് ഒരു നാളിൽ ലജ്ജിച്ചുവാൻ അവിടെ നിന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അത് നിശ്ചയമാ കർത്താവേ. അത് കണ്ണാലെ കണ്ട് സന്തോഷിപ്പാൻ പിന്നെയും ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലലുയ കർത്താവേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ചവരുണ്ട്. എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഓരോ മക്കൾക്കും കർത്താവ് പുതുവർഷത്തിൽ കൊടുത്ത് മാനിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവ് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ മാനസാന്തരപ്പെടുത്തണേ അപ്പാ. കരയുന്ന മാതാപിതാക്കളോട്, സഹോദരിമാരോട്, കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ചില പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ നേർന്ന വേദനയിൽ കൂടി കടന്നു പോകുന്ന വിഷയത്തെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം അത് ഏറ്റെടുക്കുമാറാകണം. അതിൻ്റെ മറുപടി താമസമിനാ കാണുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കരഞ്ഞ പല വിഷയങ്ങൾക്കും സ്വർഗം മറുപടി തന്നതാ. അത്ഭുതവും ജയമായി നടത്തിയ ദൈവമാ. നന്ദി പറയുക, സ്തോത്രം ചെയ്യുക കർത്താവേ. വീണ്ടും ഹാലിൽ തൻ്റെ മക്കളുടെ മേൽ സ്വർഗം അത്ഭുതം ചെയ്താട്ട് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ രോഗികളുമായ തിരുമുൻപാകെ കടന്നു വരുന്ന ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ടപ്പാ. സ്തോത്രം. ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കളും ഉണ്ടപ്പാ. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ തമ്പുരാനെ കരുണ കാണിക്കണമേ, മനസ്സലിയണമേ, അത്ഭുതം ചെയ്യണമേ അപ്പാ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടുന്ന് ഒന്ന് തൊട്ടാൽ മതി അപ്പാ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വിടുതലും സൗഖ്യം ലഭിക്കും. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞതാ. അവിടുത്തെ സൗഖ്യമാ കർത്താവേ ഞങ്ങളുടെ ജീവിതം. ഹാലിൽ അവിടുത്തെ ദാനമാപ്പ. ഞങ്ങളത് ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും അപ്പ ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവേ, ശരീരമാസകലം അതിവേദനയാൽ ഭാരപ്പെടുന്നവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ള നീർക്കെട്ടുകളാൽ ഭാരപ്പെടുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവെ, ആസ്മാരോഗികൾ, തൈറോയിഡുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഹാലാലിയ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള മക്കൾ കർത്താവെ സ്തോത്രം. കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, പല്ലിൻ്റെ വേദനയാൽ ഹാലലിയ ഭാരപ്പെടുന്നവർ കർത്താവെ, ഹാലലിയ കർത്താവെ, ഉണങ്ങാത്ത മുറിവുകളുമായി ഭാരപ്പെടുന്നവർ, അങ്ങനെ കർത്താവെ പല വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളെയും തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. അങ്ങ് സൗഖ്യദായകൻ, അങ്ങ് മരുന്നാണ്, അങ്ങ് വൈദ്യനാണ്, മനസ്സലിവും കരുണയുമുള്ള ദൈവമാ. അങ്ങയുടെ പാദപീഠത്തിലോട്ട് കൊണ്ടുവരുന്നവരാരും ഒരു നാളും ഹല്ലിൽ സൗഖ്യമില്ലാതെ പോയിട്ടില്ലല്ലോ കർത്താവേ. അങ്ങൊന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ അണിപ്പഴുതുള്ള കരം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, കരുണ തോന്നണം, മനസ്സലിനെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമൻ. തലയ്ക്കകത്ത് വേദനയാൽ, മൊഴിയാൽ ഭാരമുള്ള ഒരു ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ കർത്താവ്. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ള ജീവിതങ്ങൾ കർത്താവേ സ്തോത്രം. അപ്പ സ്തോത്രം. കണ്ണിൻ്റെ വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ, ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. അപ്പ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൻ്റെ പൊന്നുകരങ്ങളിൽ തരുന്നു നാഥാ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയൻ മറന്നാലും മറക്കാത്ത കർത്താവ്, എൻ്റെ ഓരോ പ്രിയപ്പെട്ട മക്കളുടെയും പ്രാർത്ഥനാവശ്യത്തിന്മേൽ കരുണ തോന്നണമേ, മനസ്സലിയണമേ കർത്താവേ. ആരെല്ലാം മറന്നാലും നീ മറക്കാത്ത ദൈവമാണല്ലോ. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവമാണല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാ. പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നപ്പാ. മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. സുവിശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരെ, ജയിൽവാസം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭരണകൂടങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന ഓരോ ഭരണകർത്താക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. വിശ്വസ്തരായി സേവന മനോഭാവമുള്ളവരായി എൻ്റെ കർത്താവേ, ഹാലിൽ ദൈവ ഭയത്തിൽ ഭരിപ്പാൻ തക്കണം ഓരോ മക്കളെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് മേൽ സൗഖ്യമയക്കണമേ, സമാധാനമയക്കണമേ. ഞങ്ങളുടെ ഓരോ രാജ്യത്തെയും സ്വർഗം കാത്തുകൊള്ളണം. ഓരോ ഭരണാധികാരികളെയും സ്വർഗം അനുഗ്രഹിച്ചാട്ട് കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കണം. അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കുമാറാകണം. ഞങ്ങളുടെ എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കണം. വാഹനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാഹനം ഓടിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഉപജനമാർഗത്തെയും സമർപ്പിക്കുന്നു. സ്വർഗമെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. നന്മ കൊണ്ട് നിറയ്ക്കണമേ അപ്പ. കഷ്ടനഷ്ടം കൂടാതെ എല്ലാവരെയും പരിപാലിക്കണം. ആരുടെയും മുമ്പിൽ തലകുനിപ്പാൻ അനുവദിക്കില്ലേ, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കരുതേ. എൻ്റെ കർത്താവിൻ്റെ വൻകരം ഓരോ മക്കളുടെ മേലും നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. നന്ദി. അങ്ങയുടെ സന്ധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണ്ണതയുണ്ട്. അവിടുത്തെ വലത്ത് ഭാഗത്തു നിന്നും പ്രമോദമുള്ളതിനാൽ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട്, അസമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് നന്ദി, സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.